ഒരു ഭ്രാന്തനെ പാടാക്കാൻ പറഞ്ഞു നല്ല ബുദ്ധിയില്ലാത്തത്. എന്റെ സമയദോഷമേലാണ് ഞാൻ എന്താ പറയുന്നത്. ഞാൻ കണ്ടത് ശരിയാണോ എന്ന് സംശയം. അതിനെ കൊണ്ടേ പോവുള്ളൂ. സാഹിബേ, നിങ്ങൾ ആരെ കാണാൻ വേണ്ടി വന്നു? നമ്മള് തത്തമംഗല ആറാമ്പാട മുരുകനെ വന്നു. തത്തമംഗലത്ത് ആറാമ്പക്കോ? അല്ലെ എട്ടാമ്പാക്കാം. തത്തമംഗലം ആറാമ്പാട മുരുകനെ അന്വേഷിച്ചു വന്നല്ലേ? ആ ദേവമാണ് ഈ ദേഹം. സാഹിബേ, നമുക്ക് അറിയുമ്പോൾ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് അറിയില്ല, നമസ്കാരം പറയും. അങ്ങനെ പറഞ്ഞില്ലേ? രാജമത് അവിടെയാ. ആ കുന്നംകുളം ഖുറാനില്ലേ? കണ്ടം മനസ്സിലായി. ഖുറാനാണ്. അതിന്റെ അടുത്തോടെ ആ പൊന്നാനി 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 വലിയ പയ്യാനി പയ്യാനി പയ്യാനി. അയാളെന്താ പിന്നെ പാമ്പ് പിടിക്കാൻ വന്നാണ്? അല്ലാതെ അയാളുടെ സ്വന്തം രാജ്യമെന്ന് പുതുപൊന്നാനി. പുതുപൊന്നാനി. ബാപ്പാന്റെ പേര് നിങ്ങളുടെ പേരെന്താ? നമ്മുടെ ബാപ്പാന്റെ പേരെന്താ? നമ്മുടെ ബാപ്പാന്റെ പേര് വന്ന് നന്നായത്. ആ ചേതകാലം കൊണ്ട് നീ പറയും. ബാപ്പാന്റെ പേര് സെയ്ദ് മുഹമ്മദ് രാവുത്തർ. നമ്മുടെ പേരെന്താ? ഉമ്മരങ്കാക്ക താനാരം തന്നാരം പിന്നെ നാനാരം നെയ്യാരോ. എന്തായാലും അമ്മാനപ്പന് പറ്റിയൊരു മരുമകന് പറ്റിയൊരു അമ്മാനപ്പൻ. എന്തായാലും ആ ദൈവം പ്രത്യേകിച്ച് ഒരു ലോട്ടറി കൊടുത്ത പോലെ ചേരുംപടി ഇങ്ങനെ ചേരാനില്ല. ഉയരം കൊണ്ടും അളവ് കൊണ്ടും സ്വഭാവം കൊണ്ടും ശീലം കൊണ്ടും എല്ലാം ഒരേമാതിരി. സർക്കാർ 4 ലക്ഷം വീട് വെക്കാൻ കൊടുത്തു. അമ്മാനപ്പനും മരുമകനും തൃപ്പാളൂർ നോക്കി പോയി അതിൽ ചെലവാക്കി. അമ്മാനപ്പൻ കുമ്മറം കാക്ക, നേരം പെറുക്കുന്ന വരെ മരുമകൻ പരിയമ്പറം കാക്ക, അടുക്കളയാരും കാക്കും. നല്ല ആളും അവ മനുഷ്യനെ തിന്നവനാണ്. പെരുമൊന്നും പെറുക്കാം. നമ്മുടെ ബാപ്പ കണ്ണ് കച്ചവടം ചെയ്തു. വാങ്ങല് കൊടുക്കല് വാങ്ങല് കൊടുക്കല് നമ്മുടെ കച്ചവടം നമ്മുടെ കച്ചവടം വേണ്ട വാങ്ങല്. ആരാ ജീവൻ പോയിട്ട് കിടക്കുന്നു? എടാ എണ്ണ വെളിയിൽ നിന്ന് വാങ്ങുക. നമ്മള് നേരെ ചവക്കാട് ചാവക്കാട് പോയി 50 ഉറുപ്പിക കണ്ണിയർത്ത് നേരെ കയറ്റുന്നു. നിങ്ങൾ പറഞ്ഞത് പൊള്ളാച്ചി. പൊള്ളാച്ചി എത്തേണ്ട താമസം. ചരക്കിന് എപ്പ കണ്ടോ സാധനം സ്ഥിരമായി എണ്ണ കച്ചവടം ചെയ്യുന്ന സ്ഥലമാണ് പൊള്ളാച്ചി. എണ്ണത്തിന് കാണപ്പടിക്ക് സാധനം വാങ്ങി തീർന്നു. നമുക്ക് കൊയ്ത്ത ലാഭമില്ലേ? അതല്ലാന്ന് കൊയ്ത്ത ലാഭം കൊയ്ത്ത ലാഭം. നമ്മൾ ആ കച്ചവടം കഴിഞ്ഞ് നമ്മൾ നേരെ നടന്ന 3 നേരം ഇല്ലേ? 3 നേരമല്ല, പുതിനകര അവിടെ നമ്മുടെ പഴയ ദോശ എന്താ പേര്? നിങ്ങൾക്ക് അറിയുന്നു. അതെയോ? എന്താ പേര്? മൂപ്പിന്റെ പേരറിയില്ല. ആ കാതർക്കാന്റെ കോലാർ പോയി നമ്മൾ പോയി കിടന്നില്ല. ഞാൻ നോക്കും പടിയായി കിടന്നു. ആ തെണ്ണന്റെ മുകളിൽ കിടന്ന് സുഖം. സാഹിബിനെ കളിച്ച്
കളിച്ച് കളിച്ച് അപസ്മാരോളെങ്കിൽ ഓഹോ ഇതിന്റെ ഇടയിൽ അസ്മാരം മുത്തി വന്ന അല്ല മുത്തപ്പം വന്നിട്ട് ആ വിവരം കേട്ടത് ഒരാളിനെ കണ്ട ഉടനെ മോശമാണെന്നോ നല്ലതാണെന്നൊന്നും പറയാൻ പറ്റില്ല. കുറ്റം പറയുകയാണെങ്കിൽ നല്ലത് പറയുകയാണെങ്കിൽ അയാളുടെ കൂടെ നടന്ന അയാളുടെ സ്വഭാവങ്ങളും ശീലങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം നല്ലതോ കെട്ടതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം പറയാ. ഇയാൾ നിന്റെ മുൻപേ കിടന്ന് പടത്തിന് ആള് നിസ്സാരക്കാരനാണെന്ന് തോന്നണ്ട. അയാളെ എല്ലാ അഭ്യാസവും പഠിച്ച ഒരാളാണ്. എന്നെ തന്നെ 3-4 പ്രാവശ്യം വന്ന് അപ്പിയാക്കിയിട്ട് പോയിട്ടുണ്ട്. എടാ അപ്പിയാക്കല്ല എല്ലാ അഭ്യാസവും പഠിച്ച ഒരാളാണ്. അതായത് കോലടിക്കൊട്ട്, അർബനമുട്ട്, ദഫുമുട്ട്, കഥകളി, കഥാപ്രസംഗം, ഭക്തി പ്രഭാഷണം, ഒപ്പന. നമ്മുടെ കേരള കലാമണ്ഡലമുണ്ട്, പോയിട്ടുണ്ട് നീ? കേരള കലാമണ്ഡലത്തിൽ അവിടെ ഒരു മഹാനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, പരേതനായി പോയി, ഹൈദരലി എന്നൊരു അധ്യാപകൻ. അയാളും ഇയാളും തമ്മിൽ 2002 ആ കലാമണ്ഡല കൂത്തമ്പലത്തിൽ വെച്ച് ഗംഭീരമായ ഒരു മത്സരം ഉണ്ടായിരുന്നു. അത്രയും പ്രഗത്ഭനും പ്രശസ്തനുമായ ആ മഹാന്റെ മുമ്പിൽ നിരപരാധിയായ ഈ സായിബനാണ് അന്ന് അവിടെ വെച്ചൊരു കപ്പ് കിട്ടിയത്. അതെനിക്കറിയാലോ. അവന് കള്ള് ഷാപ്പിലെ കപ്പ്, ബ്രാൻഡി കടയിലെ കുപ്പി, ഇതൊരൊറ്റ വിചാരം മാത്രമേ ഉള്ളൂ. ആ കൊട്ടുകാരൻ മാണിക്കന്റെ പിന്നാലെ നടന്ന് ഓപ്പറേഷൻ കഴിക്കേണ്ട അവിടെ വെച്ചു. തോന്നിയവാസി പാലക്കാട് ജില്ലയിൽ ഒരുപാട് പുണ്യപുരാണ കലാരൂപങ്ങളുണ്ടായിരുന്നു. അരിച്ചന്ദ്ര നാടകം, ആര്യമാല, സത്യവാൻ സാവിത്രി, വള്ളിത്തിരുമണം, പവിഴക്കൊടി, നല്ലതങ്കാൾ, കോവിലൻ കഥ, ആ പുണ്യപുരാണങ്ങളെല്ലാം നശിച്ചു പോയിരിക്കുകയാണ്. ഇപ്പൊ പാലക്കാട് ജില്ലയ്ക്കും അഭിമാനമായ പൊറാട്ട് നാടകം മാത്രമേ ഇവിടെ ബാക്കിയുള്ളൂ. അതും വേറിയല്ല ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം ഇതും നശിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്നറിയോ? പുതിയ തലമുറകൾ, അതായത് ന്യൂ ജനറേഷൻ ആരും ഇത് പഠിച്ച് രംഗത്തേക്ക് വരുന്നില്ല. ഓരോ വർഷങ്ങൾ കഴിയും തോറും ഓരോ കലാകാരന്മാർ മൺമറഞ്ഞു കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നമ്മളുടെ ഒരു സഹപ്രവർത്തനായ ഒരു പ്രഗത്ഭനായ ഒരു കലാകാരൻ എത്തനൊരു തകരക്കാട് നാരായണൻ ചെറുപുറാട്ട് കളിച്ച ആളാണ്. ഇന്നലെ അയാൾ മരണപ്പെട്ടു. ഓരോ വർഷങ്ങൾ കഴിയും തോറും ഓരോ കലാകാരന്മാർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ചെറിയ പ്രായത്തിലാണെങ്കിലും പാലക്കാട് ജില്ലയിൽ പേരും പ്രശസ്തിയുള്ള ഒരാളാണ് തത്തമംഗലം മാറാമ്പടം മുരുകൻ. ഒരുപാട് ഉയരങ്ങളിലേക്ക് പോട്ടെ. ഇയാൾ ചെറിയനായ ആളാണെങ്കിലും പഠിച്ച് അഭ്യാസമുള്ളൊരു മഹാനാണ്. ആദ്യം അയാളുടെ കാല് പിടിച്ച് നമസ്കരിച്ച് അയാൾക്ക് ദക്ഷിണ കൊടുത്ത് ഇയാളുടെ അറിവുകൾ മുഴുവൻ നീ പഠിച്ച് മനസ്സിലാക്കിയാൽ ഇയാൾ പോയാലും ഇയാളുടെ പേരിലൊന്നും കഞ്ഞി തന്നെ. കഞ്ഞി മാണിക്കനെ കൂടെ ചോറ് വൈകുന്നേരം നീ ഉണ്ടോ? കാല് പിടിക്കടാദ്യം. കാല് പിടിച്ച ഇനി തലയാര് പിടിക്കും? അവന്റെ തല തന്നെ തൂങ്ങിയിട്ട് മരക്കൊമ്പി തൂങ്ങുമായിരിക്കണു. എടാ കാലും തലയും പിടിക്കാൻ പറഞ്ഞല്ല, കാല് പിടിച്ച നമസ്കരിക്കാൻ. നിങ്ങൾക്ക് എന്താ അറിയണ്ട്? എനിക്ക് പറഞ്ഞല്ല, കളി പഠിക്കണം. കളി പഠിക്കണ കയ്യിൽ കോല് വേണം. നമ്മുടെ കോല് കേട്ടില്ല? തന്നെ നമ്മുടെ കോല്. ഓ സാഹിബിന്റെ കൊല്ല സ്റ്റഡിയാണ് കേട്ടത്. ചുറ്റും കട്ടിക്കണേണ്ട, ചുറ്റും കട്ടിയോടെ നിന്നു. അതിനുള്ളിൽ ആടാമാടാണെങ്കിൽ നമ്മുടെ കോല് കാണിച്ചു. നിങ്ങളുടെ കോല എവിടെ? തന്നെ എന്റെ കോല്. ആശാന് എന്താ നീളം വളരെ കുറവായിരിക്കണു? ബസ് വർക്കോച്ചവരെ കോല് എങ്ങനെയാ നീളം കമ്മിയാവോളാ? അതെയാ സംഗതി മോശം വിചാരിക്കണ്ട. വളരെ ഡീസന്റ് ആയാണ്. കാരണം എന്താ അറിയോ? കേരളത്തിൽ അറിയപ്പെടുന്ന വാദ്യ കലാകാരന്മാര് പേരും പ്രശസ്തിയും ഷീൽഡും പുരസ്കാരവും അംഗീകാരം മുഴുവൻ വാങ്ങണമെങ്കിലും ഇതിന്റെ കഠിനാധ്വാനം അവർക്ക് കൂലിയും മേലിയും ശമ്പളവും ഒക്കെ കിട്ടുള്ളൂ. പറഞ്ഞു മനസ്സിലായി? കാശ് മുഴുവൻ വീട്ടിൽ കൊണ്ട് ചെലവാക്കും, ബാങ്കിൽ കൊണ്ടെടുത്ത് വയ്ക്കും, സുരക്ഷിതമായിരിക്കും. ഇതിന് ഒരു ചുടുവെള്ളം വാങ്ങി കൊടുത്തില്ലായിരുന്നു. നമ്മുടെ കൊട്ടുകാരൻ മാണിക്കം കൊട്ടാൻ കൊണ്ട് വരും. തറ വണ്ണുണ്ടായിരുന്നു. പിന്നെ നല്ല വണ്ണുണ്ടെന്നേ. അതെ അതെ, തറ വണ്ണുണ്ടായിരുന്നാണ്. ഈ കിട്ടുന്ന കാശിന് അവന്റെ കെട്ടിയോട് ഈസാപ്പടച്ച് 5 പൈസ ഇല്ലാണ്ടായി. പക്ഷെ കോല് അങ്ങനെ പറഞ്ഞു. എന്തായാലും കൊടുത്താൽ നല്ലതാണ്. അന്ന് നമുക്ക് അടുത്ത് നോക്കിയാൽ അതെങ്ങനെ പഞ്ചാര പുഞ്ചിരി നോക്കി എന്താ ഭാഗ്യം? ഇത് എന്ത് കളിയാണത്?
എന്താ ആശാനെ ആദ്യം കുഴപ്പമില്ല അവസരം ഇങ്ങനെയാക്കിയത് സാഹിബേ എനിക്ക് പറഞ്ഞാലേ വെറുതെ ഞാൻ വേഗം വേഗം ഓടിക്കുമല്ലോ അതെയാ തരതില്ല താരതില്ല തമ്പിന്നാരോ നാലുവട വന്ന് പെട്ടത് എന്തിനാണോ അറിയില്ലേ അയ്യേ നേരം കൊടുത്താലേ റോസറി വാങ്ങിക്കണ്ട ഓ അമ്മടാ നമുക്ക് കുറ്റത്തിന്റെ കാര്യം നിങ്ങളെ പോലെ നമ്മൾ റേഷനരി കഴിക്കുക കഴിക്കില്ല ആളും തരം നോക്കിയിട്ട് സംസാരിക്കേ ഇയാളെ റേഷനരി കഴിക്കുന്ന ആളാണ്. അയാളൊക്കെ മുന്തിയ അരി കഴിക്കുന്നത് മുന്തിരി അരിയാ എല്ലാം ആപ്പിളിന്റെ അരി. എടാ പാലക്കാട് ജില്ലയിൽ അരി വകല്ല ഒക്കെ പടിഞ്ഞാറ് ഭാഗത്ത് പോകും. അതെ അവിടെയൊക്കെ നല്ല നല്ല അരികളെ കിട്ടുകയല്ലേ. അതെല്ലേ ഇവിടെ മട്ടയല്ലേ. തലക്കാട്ട് നിൽക്കണം എന്ത് അപ്പൊ മട്ടയ്ക്ക് കിട്ടുമല്ലോ. എടാ ഇതിപ്പോ എറണാകുളം പോണ്ട് മലമ്പുഴ പോലെ ആകുമെന്നാണ്. അതായത് ആ ഭാഗത്താണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല അരി കിട്ടും. ലോഡ് കണക്കിനെ കൊണ്ട് തള്ളുകയല്ലേ അയാള്. അതെ ലോഡ് കണക്കിനെ കൊണ്ട് തള്ളുക. ഞങ്ങള് വട്ടി വട്ടിയില്ല. എന്താ ബാർബർ ഷോപ്പുകാരനാണ് അയാള്. പിന്നെന്താ പണിയാൾക്ക് ഏത് അരി ചോദിക്കും. നമ്മള് റേഷനറി കഴിക്കില്ല. നമ്മൾ അഥവാ കഴിക്കുകയാണെങ്കിൽ കൂപ്പനരി കഴിക്കും. രണ്ടുപേരെ ചോരുണ്ടാവും. അതാവുമ്പോ എങ്ങനെ അങ്ങനെ ഇന്ന വന്ന് കഴിച്ചു പറഞ്ഞില്ലേ ആ കൊഴുവിന് നമ്മളെന്ത് അറിയട്ടെന്നുണ്ട്. പിന്നെ വന്ന് കഴിച്ച കൊഴുവിന് മട്ടക്കിരണ്ടി കൊടുത്തേ മട്ടക്കിരണ്ടി കൊടുത്ത എന്നെ വന്ന്
കൂട്ടക്കാരെ വിളിച്ചു കൂട്ടത്തോട് അതെ അതെ നമുക്ക് ഇങ്ങനെയൊന്നും പറഞ്ഞേക്കാൻ തരില്ല. നമ്മൾ നിക്കാൻ കഴിച്ചിട്ടുണ്ട്. അറിയോ ഭാര്യ പേരെന്താണ് നമ്മുടെ വോട്ട് പേര് നിൽക്കാറില്ല. അറിയില്ല ലൈബീസ. നെയ്മേസി. അയാളുടെ ഭാര്യയുടെ പേര് നബീസ. സാഹിബേ അവര് എന്റെ ഭാര്യമാരല്ലേ അവരെ വിളിക്കില്ല ശരി അതാണ് അതിന് ശരി. വിളിക്കുന്നു അപ്പൊ നമ്മൾ നോക്കാം. ഒരു പള്ളിയിൽ വാങ്ങിയ പള്ളിയിലെ വാങ്ങൽ കത്തിയാ പടച്ചാനെ അങ്ങനെ പറഞ്ഞു